പയ്യന്നൂരിലെ ചലച്ചിത്ര പ്രവർത്തകനായ സുരേഷ് പൊതുവാൾ അണിയിച്ചൊരുക്കിയ നിറമാല എന്ന ആൽബത്തിന് 15 വയസ്സ് തികഞ്ഞു. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം ഈ ആൽബത്തിലെ ഗാനങ്ങൾ പരിചിതമായിരിക്കും. 1.5 പതിറ്റാണ്ടിനിപ്പുറവും പയ്യന്നൂരുകാരുടെ മനസ്സിൽ നിറമാല എന്ന ആൽബത്തിലെ ഗാനങ്ങളുണ്ട്. 2010 വൃശ്ചിക സംക്രമ ദിവസമാണ് തിരക്കഥാകൃത്ത് കൂടിയായ സുരേഷ് പൊതുവാൾ അണിയിച്ചൊരുക്കിയ നിറമാല എന്ന ഭക്തിഗാന ആൽബം പുറത്തിറക്കുന്നത്. അതായത് ആൽബത്തിന് ഇപ്പോൾ 15 വയസ്സ്. മലയാളത്തിലെ പ്രശസ്ത പിന്നണി ഗായകർ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനു വേണ്ടി 10 ഗാനങ്ങൾ ആൽബത്തിൽ ആലപിച്ചിട്ടുണ്ട്. അവയിൽ 2 പാട്ടുകൾ മധു ബാലകൃഷ്ണനെയും കാവാലം ശ്രീകുമാറിനെയും വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പയ്യന്നൂർ കോൽക്കളിയിലെ വരികളാണ് ഗാനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് പ്രത്യേകതയാണ്. ആ കോൽക്കളി എന്ന് പറയുന്നത് ഈ പയ്യന്നൂർ കോൽക്കളി എന്ന് പറയുന്നത് ഈ കോൽക്കളി നാടൻ കലയാണ്. അതിൽ പയ്യന്നൂർ കോൽക്കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് അതിലെ പാട്ടുകളാണ്. അതിലെ ലിറിക്ക് എന്ന് പറയുന്നത് കുറേ ലിറ്ററേച്ചറും നല്ല രസമുള്ള ലിറിക്കാണ്. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ദേവസ്ഥിതി ദേവീസ്ഥിതികളും വർണ്ണനകളും കീർത്തനങ്ങളും ഒക്കെയാണ്. അത് എഴുതിയിട്ടുള്ളത് ഈ ആനടിൽ എഴുത്തച്ഛൻ എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പ്രശസ്തനായ പണ്ഡിതന്റെ വരികളാണ്. അപ്പൊ അത് അദ്ദേഹം കോൽക്കളിക്ക് വേണ്ടി എഴുതിയതല്ല. അദ്ദേഹം കോൽക്കളിക്കും പൂരക്കളിക്കും ഒക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രത്യേകിച്ച് പയ്യന്നൂർ കോൽക്കളിയിൽ പാടി വരുന്ന പാട്ടുകൾ അദ്ദേഹം പയ്യന്നൂർ അമ്പലത്തിലെ നവീകരണ കലശത്തിൽ ആ കാലഘട്ടത്തിൽ ക്ഷേത്രം അഗ്നിക്കിരയായ ഒരു ചരിത്രമുണ്ട്. അതിനുശേഷം അത് പുതുക്കിപ്പണിത് ആ പുതുക്കിപ്പണിയുന്ന സമയത്ത് ഒരു നവീകരണവും ഒരു കലശവും ചടങ്ങും ഒക്കെ വരുമല്ലോ. അതിനുവേണ്ടി ആ ചടങ്ങും ഉത്സവത്തിനും വേണ്ടി എഴുതിയ പാട്ടുകളാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ആൾക്കാരോട് പറഞ്ഞാൽ ഒരു സാധാരണ രീതിയിലുള്ള പാട്ടുകളാണ് കിട്ടുക എന്ന് തോന്നി. കുറെ കൂടെ അടയാളപ്പെടുത്താൻ നല്ലത് ഈ കോൽക്കളിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ട്. പിന്നെ അതിനകത്ത് ഒരു ത്രില്ലും ഉണ്ടല്ലോ. നാടൻ കലയായിട്ട് കോൽക്കളിയിൽ ഇങ്ങനെ നാട്ടുപാട്ടായിട്ട് പാടുന്ന ഒരു പാട്ടിനെ നമ്മൾ ഭക്തിഗാനമായിട്ട് മാറ്റി പരിവർത്തനം ചെയ്ത് അത് മലയാളത്തിലെ അറിയപ്പെടുന്ന ഗായകരെ കൊണ്ട് പാടിക്കുക എന്നുള്ളത് അതായിരുന്നു എനിക്ക് ആ വർക്കിൽ ഉണ്ടായിരുന്ന ഒരു പാഷൻ എന്ന് പറയുന്നത്.